وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജ് സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് അതിലെ അഅ്മാലുൽ ഖുലൂബുകൾ അഥവാ ഖൽബിന്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ച അൽ-ഇക്സീർ എന്നുള്ള ഗ്രന്ഥത്തിൽ കഴിഞ്ഞ ദർസിൽ നമ്മൾ മൻസിലത്തുൽ മുഹാസബ, സ്വയം വിചാരണ ചെയ്യുന്ന, ആത്മവിചാരണ നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഒരാൾ കടന്നു പോകുന്ന മർത്തബകളിൽ, മൻസിലത്തുകളിൽ ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്? മൻസിലത്തുൽ യഖ്ബ, ഗഫ്ലത്തിൽ നിന്ന് ഉണരുക എന്നുള്ളത്. രണ്ടാമത് നമ്മൾ പറഞ്ഞു മൻസിലത്തുൽ ഫിക്ര, ഫിക്രത്ത് ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? മൻസിലത്തുൽ ബസീറത്ത്, ബസീറത്ത് ഉണ്ടാവുക, ഉൾക്കാഴ്ച ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനോട് തുടർച്ചയായിട്ട് തന്നെ മൻസിലത്തുൽ അസ്മ്, അസ്മിനെ പറ്റിയിട്ടും പറഞ്ഞു. ഈ 4 അടിസ്ഥാനമാണെന്ന് പറഞ്ഞു. ഈ 4 ഒരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ, ഈ 4 മൻസിലത്തിലൂടെ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാളുടെ മേലെ നിർബന്ധമായും ഉണ്ടാകുന്ന മൻസിലത്ത് എന്ന് പറഞ്ഞാൽ മൻസിലത്തുൽ മുഹാസബത്താണ്. സ്വയം ആത്മവിചാരണ നടത്തലാണ്. എന്താണ് എനിക്കുള്ളത്, എന്താണ് എനിക്കെതിരായിട്ടുള്ളത് അള്ളാഹുമായിട്ടുള്ള വിഷയത്തിൽ എന്ന് സ്വയം പരിശോധിക്കുക. അതാണ് മൻസിലത്തുൽ മുഹാസബ എന്ന് പറയുന്നത്. അതിനെ തുടർന്നുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അടുത്ത മൻസിലത്ത് പറയുന്നത് മൻസിലത്തു തൗബ, തൗബയുടെ പശ്ചാത്താപത്തിന്റെ മൻസിലത്താണ്. മുഹാസബത്തിനെ തുടർന്നുകൊണ്ട് പറയുന്നത് തൗബയുടെ മൻസിലത്താണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഫഇദാ സഹ്ഹ ലഹു ഹാദൽ മഖാം. ഇവിടെ ഹാദൽ മഖാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ തൊട്ടു മുമ്പ് പറഞ്ഞ മുഹാസബത്തുമായി ബന്ധപ്പെട്ടിട്ടാണ്. മുഹാസബത്തിന്റെ മഖാം, മൻസിലത്ത്, അതൊരാളുടെ ശരിയായ രൂപത്തിലായി കഴിഞ്ഞാൽ വനസല ഫീ ഹാദിഹിൽ മൻസില, പിന്നെ അവൻ അടുത്ത മൻസിലത്തിലേക്ക് അഥവാ മൻസിലത്തു തൗബയിലേക്ക് അവൻ എത്തിച്ചേരും. അഷ്റഫ മിൻഹ അലാ മഖാമി തൗബ, അല്ല, ആദ്യത്തെ മുഹാസബത്തിന്റെ മഖാം ശരിയായി കഴിഞ്ഞാൽ, അവൻ അതിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അഷ്റഫ മിൻഹ അലാ മഖാമി തൗബ, അവനിൽ നിന്ന് അടുത്തത് അവൻ എത്തിച്ചേരുന്ന, അവന് പ്രകടമാകുന്ന, അല്ലെങ്കിൽ അവൻ എത്തുന്നത് തൗബയുടെ മഖാമാണ്. ലിഅന്നഹു ബിൽ മുഹാസബത്തി ഖദ് തമയ്യസ ഇൻദഹു മാ ലഹു മിമ്മാ അലൈഹി. മുഹാസബത്തിന്റെ മൻസിലത്തിൽ അവൻ എത്തിക്കഴിഞ്ഞാൽ, ആത്മവിചാരണയുടെ മൻസിലത്തിൽ അവൻ എത്തിക്കഴിഞ്ഞാൽ അവന് വേർതിരിക്കാൻ സാധിക്കും എന്താണ് അവനുണ്ടാവുക, എന്താണ് അവനെതിരായിട്ടുണ്ടാവുക എന്നുള്ളത്. അതായത് ഒരാൾ സ്വയം ആത്മവിചാരണ നടത്തുമ്പോൾ അവന്റെ സൽക്കർമ്മങ്ങളെയും അവന്റെ പാപങ്ങളെയും അതുപോലെയുള്ള കാര്യങ്ങളെയുമെല്ലാം അവൻ താരതമ്യം ചെയ്യുമ്പോൾ, വേർതിരിക്കുമ്പോൾ അവന് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എനിക്ക് പരലോകത്ത് ഉപകരിക്കുന്നതായിട്ടുണ്ടാവുക, ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എനിക്കെതിരായിക്കൊണ്ട് ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്ന രീതിയിൽ ഉണ്ടാവുക എന്നത്. ഫലിജ്മി അല തശ്മീർ ഇലൈഹി വന്നുസൂലി ഫീഹി ഇലൽ മമാറ്റ്. അങ്ങനെ ആ ഒരു വേർതിരിവിനെ കുറിച്ചുള്ള മുഹാസബത്ത് എന്നുള്ളത് അവനെ ഒരുമിച്ച് കൂട്ടുന്നത്, അവനെ എത്തിച്ചേർക്കുന്നത് എന്തിലേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഖാമു തൗബയിലേക്കാണ്. മരണം വരെ ആ തൗബയുടെ അവസ്ഥയിലായിക്കൊണ്ട് നിലനിൽക്കാൻ ആ ഒരു അവസ്ഥയിലേക്ക് അവനെ എത്തിച്ചേർക്കും. സ്വാഭാവികമായിട്ടും മുഹാസബത്ത് യഥാർത്ഥ രൂപത്തിൽ ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് യഥാർത്ഥ രൂപത്തിൽ തൗബ ചെയ്യാൻ സാധിക്കുക. വമൻസിലു തൗബത്തി അവ്വലുൽ മനാസിൽ വഔസതുഹാ വആഖിറുഹാ എന്ന് ഇബ്നുൽ ഖയ്യിം പറയുന്നു. തൗബയുടെ മൻസിലത്ത്, സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ആദ്യത്തേതും അതിന്റെ മധ്യഭാഗത്തുള്ളതും അതിന്റെ അവസാനത്തേതുമാണ്. ഫലാ യുഫാരിഖുഹു അൽ അബ്ദു സാലിക്. അള്ളാഹുലേക്ക് യാത്ര തിരിക്കുന്ന ഒരു അടിമ തൗബയിൽ നിന്ന് ഒഴിവാകുന്ന, തൗബയില്ലാത്ത ഒരവസ്ഥയിലാകുന്ന ഒരു ഘട്ടവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല.
അവൻ എത്ര ഉന്നതിയിലെത്തിക്കോട്ടെ, അല്ലെങ്കിൽ എത്ര തുടക്കക്കാരനായിക്കോട്ടെ, എത്ര അറിവുള്ളവനായിരിക്കോട്ടെ, അറിവ് കുറഞ്ഞവനായിക്കോട്ടെ, എത്ര ഇബാദത്തുകൾ നിർവഹിക്കുന്നവനാവട്ടെ, ഇബാദത്തിൽ കുറവുള്ളവനാകട്ടെ, എല്ലാ ആളുകളും ഈ തൗബയുടെ മൻസിലിൽ നിന്ന് വിട്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നില്ല. വലാ യസാലു ഫീഹി ഇലൽ മമാറ്റ്, മരണം വരെ അവൻ അതിലായിക്കൊണ്ട് തന്നെ ഇരിക്കും. വൈൻ ഇർതഹല ഇലാ മൻസിലിൻ ആഖർ ഇർതഹല ബിഹി, അവൻ മറ്റൊരു സ്ഥാനത്തിലേക്ക് ഉയരുകയാണ് എങ്കിൽ, അവൻ മാറുകയാണ് എങ്കിൽ, ഈ തൗബയുടെ മൻസിലത്തിനോടൊപ്പമാണ് അവൻ മാറുകയുള്ളൂ, അതിനെ കൊണ്ടേ മാറുകയുള്ളൂ. വസ്തസ്ഹബഹു മഅഹു വനസല ബിഹി, ഇതും ഒപ്പമുണ്ടായ നിലയിൽ മാത്രമേ അവൻ എന്തു ചെയ്യുകയുള്ളൂ, മറ്റൊരു മർത്തബയിൽ മൻസിലത്തിൽ പോയി എത്തുകയുള്ളൂ. അപ്പൊ എല്ലാ അവസ്ഥയിലും ഒരുവനിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് തൗബ എന്നുള്ളത്. ഫത്തൗബതു ഹിയ ബിദായത്തുൽ അബ്ദി വനിഹായതുഹു എന്ന് ഇബ്നുൽ ഖയ്യിം പറയാണ്. തൗബ എന്നുള്ളത് ഒരടിമയുടെ തുടക്കവും ഒടുക്കവുമാണ്. വഹാജതുഹു ഇലൈഹാ ഫിൻ നിഹായതി ദറൂറിയത്തുൻ, ഒരു അടിമക്ക് അള്ളാഹുലേക്കുള്ള യാത്രയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലെത്തിയെന്ന് വിചാരിക്കുക, ഏറ്റവും ഉന്നതമായ അവസ്ഥയിലെത്തി വിചാരിക്കുക. എന്നിരുന്നാലും അവന് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ആവശ്യക്കാരനായി തീരുന്ന കാര്യമാണ് തൗബ എന്നത്. കമാ അന്ന ഹാജതഹു ഇലൈഹാ ഫിൽ ബിദായതി കദാലിക്, അവന്റെ യാത്രയുടെ തുടക്കത്തിൽ എങ്ങനെയാണോ അവൻ തൗബയിലേക്ക് ആവശ്യക്കാരനായത്, അതുപോലെ തന്നെ ആ യാത്രയുടെ ഒടുക്കത്തിൽ എത്ര ഉന്നതമായ പദവിയിലെത്തിയാലും അവൻ അതിലേക്ക് ആവശ്യക്കാരനാണ്. അത്രയും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. വഖദ് ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൻ നൂറിലെ 31-ാമത്തെ ആയത്തിൽ, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. വതൂബു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. ജമീഅൻ, എല്ലാവരും. അയ്യുഹൽ മുഅ്മിനൂൻ, ഏ മുഅ്മിനീങ്ങളെ, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചേക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. وهذه الآية في سورة مدنية, ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് അഥവാ സൂറത്തു നൂർ എന്നുള്ള ഈ സൂറത്ത് മദനിയായ സൂറത്താണ്. മദനിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹിജ്റക്ക് ശേഷം ഇറങ്ങിയിട്ടുള്ള സൂറത്ത്. ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയിട്ടുള്ള സൂറത്തുകൾക്കാണ് മക്കിയായ സൂറത്ത് എന്ന് പറയുന്നത്. ഹിജ്റക്ക് ശേഷം ഇറങ്ങിയത് മക്കയിൽ വെച്ച് ഇറങ്ങിയാലും ആ സൂറത്ത് എന്താണ്? മദനിയായ സൂറത്താണ്. ഖാതബല്ലാഹു ബിഹാ അഹ്ലൽ ഈമാൻ, അപ്പോ മദനിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ ഹിജ്റക്ക് ശേഷം ഇറങ്ങിയ സൂറത്താണ്. അപ്പൊ ഹിജ്റക്ക് ശേഷം എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങൾ അത്രയും വലിയ ത്യാഗം ചെയ്ത് അവരുടെ എല്ലാ കാര്യങ്ങളും വിട്ടൊഴിവാക്കി ദീനിനു വേണ്ടി എല്ലാം സഹിച്ച ആളുകൾ അവിടെയുണ്ട്, മുഹാജിറുകളുണ്ട്. ആ മുഹാജിറുകൾക്ക് വേണ്ടി എല്ലാം ചെലവഴിച്ച, അവരുടെ സ്വത്തും സമ്പത്തും എല്ലാം ചെലവഴിച്ച അൻസാരികൾ അവിടെയുണ്ട്. ഈമാനിന്റെ പല ദറജയിൽ ഉന്നത നിലവാരത്തിലുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. അങ്ങനെയുള്ള ആളുകളെയാണ് അയ്യുഹൽ മുഅ്മിനൂൻ എന്ന് അല്ലാഹു വിളിച്ചിട്ടുള്ളത്. എന്നിട്ട് പറയാണ് ഖാതബല്ലാഹു ബിഹാ അഹ്ലൽ ഈമാൻ, അല്ലാഹു തആല ഈ ആയത്തിൽ അഭിസംബോധന ചെയ്യുന്നത് ഈമാനിന്റെ ആളുകളെയാണ്. വഖിയാറ ഖൽഖിഹി അൻ യതൂബു ഇലൈഹി, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആ മുഹാജിറുകളെയും അൻസാറുകളെയും സഹാബികളെ അല്ലാഹു തആല വിളിക്കുന്ന എന്തിലേക്കാണ്? അൻ യതൂബു ഇലൈഹി, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാനാണ്. ബഅദ ഈമാനിഹിം വസബ്രിഹിം, അവരുടെ ഈമാനിൽ സംശയമില്ല. അവർ ജീവിതത്തിൽ ക്ഷമ അവലംബിച്ചതിൽ, നന്മ ചെയ്യുന്നതിലാവട്ടെ, പാപങ്ങൾ ഒഴിവാക്കുന്നതിലാവട്ടെ, അള്ളാഹുവിന്റെ വിധിയിലാവട്ടെ, അവർ ക്ഷമയിൽ അവർ തെളിയിച്ചവരാണ്. അതിനുശേഷവും അവരോട് ആവശ്യപ്പെട്ടുള്ളത് തൗബ ചെയ്യാനാണ്. വഹിജ്റതിഹിം വജിഹാദിഹിം, അവരുടെ ഹിജ്റക്ക് ശേഷവും അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തിട്ടും അള്ളാഹു അവരോട് ആവശ്യപ്പെടുന്നത് തൗബ ചെയ്യാനാണ്. ثم علق الفلاح بالتوبة تعليق المسبب بسببه, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അവസാനം ആ തൗബയെ ബന്ധപ്പെടുത്തി പറഞ്ഞത് ഫലാഹിനോടാണ്. ഫലാഹ് എന്ന് പറഞ്ഞാൽ ഇരുലോകത്തെയും വിജയത്തിനോടാണ് അത് ചേർത്തി പറഞ്ഞിട്ടുള്ളത്. തഅലീഖൽ മുസബ്ബബി ബിസബബിഹി, ഏതൊരു കാരണം കൊണ്ടാണോ കാര്യം ലഭിക്കുക അത് രണ്ടിനെയും ബന്ധിപ്പിക്കുന്നു. അപ്പൊ കാരണം എന്താണ്? തൗബയാണ്. ലഭിക്കുന്ന നേട്ടവും കാര്യവും എന്താണ്? അത് ഇരുലോകത്തെയും വിജയമാണ്.
وأتى بأداة لعل المشعرة ബിത്തറജി. അവിടെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ലഅല്ല എന്നുള്ള പദമാണ്. ലഅല്ല എന്നുള്ള പദത്തിന് ഭാഷാപരമായിട്ട് ഉപയോഗിക്കുന്ന അർത്ഥങ്ങളിൽ ഒരർത്ഥമാണ് അത്തറജി, പ്രതീക്ഷിച്ചുകൊണ്ട്. ഒരു കാര്യം പ്രതീക്ഷയോടുകൂടി പറയാൻ ലഅല്ല എന്ന പദം അറബിയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ആ അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, നിങ്ങൾ വിജയിച്ചേക്കാം എന്ന പ്രതീക്ഷയിൽ. ഈദാനൻ ബിഅന്നകും ഇദാ തുബ്തും കുൻതും അലാ റജാഇൽ ഫലാഹ്. അതായത് എന്താണ് അതിന്റെ ഉദ്ദേശം? അള്ളാഹു വിളിച്ചറിയിക്കുന്നത് എന്താണ്? നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ നിങ്ങൾക്ക് വിജയത്തെ, ഫലാഹിനെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഫലാ യർജു അൽ ഫലാഹ ഇല്ല തായിബൂൻ. തൗബ ചെയ്ത് മടങ്ങുന്നവരല്ലാതെ ഒരാളും വിജയത്തെ പ്രതീക്ഷിക്കേണ്ടതില്ല, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുകയില്ല. ജഅലനല്ലാഹു മിൻഹും. അള്ളാഹു നമ്മെ അവരിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പറയുകയാണ്, അഥവാ തൗബ ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയാണ്. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത്? ഈ ഒരു ആയത്തിന്റെ ആശയമാണ്. ഈ ഒരു ആയത്ത് മദനിയായ സൂറത്തിൽ ഇറങ്ങിയതാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. അഥവാ ഹിജ്റയ്ക്ക് ശേഷം അത്രയും ജിഹാദും അവരുടെ ഈമാൻ തെളിയിച്ചു കൊടുക്കാൻ വ്യത്യസ്ത പരീക്ഷണങ്ങളും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആ സ്വഹാബികളെ ഈമാനിന്റെ പേരിൽ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ് തൗബ ചെയ്ത് മടങ്ങണം, നിങ്ങൾ തൗബ ചെയ്യുന്നവരാകണം എന്ന് പറയുകയാണ്. അങ്ങനെ ചെയ്താൽ അതിന്റെ നേട്ടം വിജയമാണ്. അതായത് വിജയം പ്രതീക്ഷിക്കണമെങ്കിൽ നിങ്ങൾ തൗബ ചെയ്യുന്നവരായിരിക്കണം എന്ന്. വഖാല തആല, മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞു, സൂറത്തുൽ ഹുജറാത്തിലെ 11-ാമത്തെ ആയത്തിൽ, വമൻ ലം യതുബ് ഫഉലൈക ഹുമുദ്ദാലിമൂൻ. വമൻ ലം യതുബ്, ആരാണോ തൗബ ചെയ്യാത്തത്, ഫഉലൈക ഹുമുദ്ദാലിമൂൻ, അവരാണ് അക്രമികൾ, അവരാണ് അക്രമകാരികൾ. ഫഖസമൽ ഇബാദ ഇലാ തായിബിൻ വവാലിമിൻ. അല്ലാഹുവിന്റെ അടിമകളെ രണ്ട് വിഭാഗമായി തിരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ വിഭാഗം തൗബ ചെയ്യുന്നവർ, രണ്ടാമത്തെ വിഭാഗം ദുൽമു ചെയ്യുന്നവർ. ഈ രണ്ടിനമായിട്ടാണ് പറഞ്ഞത്. വമല്ലം യതുബ്, ആരാണ് തൗബ ചെയ്യാത്തത്, ഫൗലൈക ഹുമുദ്ദാലിമൂൻ, അവരാണ് ദാലിമീങ്ങൾ. അപ്പൊ രണ്ടിനുമുള്ളൂ, ഒന്നുകിൽ തായിബായിരിക്കണം അല്ലെങ്കിൽ ദാലിമായിരിക്കണം. വമാ സമ്മ ഖിസ്മുൻ സാലിസുൻ അൽബത്തത, ഒരിക്കലും മൂന്നാമതൊരിനം ഇല്ല. ഈ ആയത്തിൽ രണ്ടിനമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, മൂന്നാമത്തൊരിനമില്ല. വഔഖഅ ഇസ്മ അദ്ദാലിം അലാ മൻ ലം യതുബ്, ആരാണോ തൗബ ചെയ്യാത്തത്, തൗബ ചെയ്ത് മടങ്ങാത്തത്, അവന്റെ മേലെ വാലിം എന്നുള്ള പേരുണ്ട്. വലാ അദ്ലമ മിൻഹു, അവനേക്കാൾ ദുൽമു ചെയ്യുന്നവനായിട്ട് ആരും തന്നെയില്ല. ലിജഹ്ലിഹി ബിറബ്ബിഹി വബിഹഖ്ഖിഹി, കാരണം അവൻ തൗബ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അവന്റെ റബ്ബിനെ കുറിച്ചും ആ റബ്ബിന് അവൻ നൽകേണ്ട അവകാശങ്ങളെ കുറിച്ചും അറിവില്ലാത്തത് കൊണ്ടാണ്. വബിഐബി നഫ്സിഹി വആഫാതി അഅമാലിഹി, അവന്റെ സ്വന്തത്തിന്റെ കുറവുകളെ കുറിച്ചും അവൻ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ട് അവൻ അനുഭവിക്കേണ്ടി വരുന്ന അനന്തര ഫലങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും അവന് അറിവില്ലാത്തത് കൊണ്ടാണ് അവൻ എന്താകുന്നത്, അതിന്റെ കുറവ് കൊണ്ടാണ് അവൻ തൗബ ചെയ്യാതിരിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ വാലിമാകുന്നത്. വഫി സ്വഹീഹി അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, സഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. യാ അയ്യുഹന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏ ജനങ്ങളെ, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ഫവല്ലാഹി ഇന്നി ലഅതൂബു ഇലൈഹി ഫിൽ യൗം അക്സറ മിൻ 70 മറത്തൻ, അല്ലാഹുവാണ്, ഞാൻ ഒരു ദിവസം 70 തവണ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അല്ലാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവുള്ള, അല്ലാഹുവിനോടുള്ള ഹക്കുകൾ ഏറ്റവും നല്ല രീതിയിൽ ബോധമുള്ള, പൂർത്തീകരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള വാക്കാണത്. അപ്പോൾ നമ്മളെല്ലാവരും എത്രത്തോളം അതിലേക്ക് ആവശ്യക്കാരായിരിക്കും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം ഈ തൗബയും നമ്മുടെ ഈ കിതാബ് ആരംഭിച്ച, അല്ലെങ്കിൽ ഈ കിതാബിന്റെ അടിസ്ഥാനം ഏതായത്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളതാണ്. അഥവാ സൂറത്തുൽ ഫാത്തിഹ പറഞ്ഞുകൊണ്ടാണ് ഈ മൻസിലത്തുകളിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. അപ്പൊ ഈ തൗബയും സൂറത്തുൽ ഫാത്തിഹയും തമ്മിലുള്ള ഒരു ബന്ധത്തെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അറിയിക്കുകയാണ്. വലമ്മാ കാനത്തി തൗബതു ഹിയ റുജൂഉൽ അബ്ദി ഇലല്ലാഹ്, തൗബ എന്നുള്ളത് അള്ളാഹുവിലേക്കുള്ള മടക്കമായതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ മുഫാറഖതുഹു ലിസിറാത്തിൽ മഗ്ദൂബി അലൈഹിം വദ്ദാല്ലീൻ, അതുപോലെ തന്നെ പിഴച്ചവരുടെയും അള്ളാഹുവിന്റെ കോപത്തിന് അർഹരായവരുടെയും മാർഗത്തിൽ നിന്ന് എതിരാവുക, വേറിടുക എന്നുള്ളതാണ്. അതായത് തൗബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിലേക്ക് മടങ്ങുക. അപ്പോൾ അള്ളാഹുവിന്റെ കോപത്തിന് അർഹരാകുന്ന അല്ലെങ്കിൽ വഴികേടിലായിട്ടുള്ള ആളുകളുടെ മാർഗത്തിൽ നിന്ന് എന്താവുക? വിട്ടുനിൽക്കുക.
വദാലിക, അപ്പോൾ ആ കാര്യം തൗബ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവണം. വദാലിക, അപ്പോൾ അത് ലാ യഹ്സുലു ഇല്ലാ ബിഹിദായത്തില്ലാഹി തആല ലഹു ഇലാ സിറാത്തിൽ മുസ്തഖീം. അപ്പോൾ തീർച്ചയായിട്ടും ആ തൗബ ചെയ്യാൻ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സിറാത്തുൽ മുസ്തഖീമിലേക്ക് അവന് വഴി കാണിച്ചു കൊണ്ടല്ലാതെ അവനത് സാധിക്കില്ല. തൗബ എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് മടങ്ങലാണ്, അള്ളാഹു വെറുക്കുന്ന, അള്ളാഹു കോപിച്ചിട്ടുള്ള, അതുപോലെ വഴികേടിലായിട്ടുള്ള ആളുകളുടെ പാതയിൽ നിന്ന് മാറി നിൽക്കലാണ്. അപ്പൊ ആ കാര്യം ലഭിക്കണമെങ്കിൽ അള്ളാഹു തആല സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്ത് നൽകിയത് കൊണ്ടല്ലാതെ ഒരാൾക്ക് സാധിക്കുകയില്ല. വലാ തഹ്സുലു ഹിദായത്തുഹു ഇല്ലാ ബിഇആനതിഹി വതൗഹീദിഹി. അള്ളാഹുവിന്റെ ഹിദായത്ത് ലഭിക്കണമെങ്കിൽ എന്തുകൊണ്ടേ ലഭിക്കുകയുള്ളൂ? അള്ളാഹുവിൽ നിന്നുള്ള സഹായം കൊണ്ടും അവനെ ഏകനാക്കി ആരാധിക്കുന്ന തൗഹീദ് കൊണ്ടുമല്ലാതെ, അഥവാ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ കൊണ്ടേ ഹിദായത്ത് ലഭിക്കുകയുള്ളൂ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത് ഒരാൾ പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ ഒരാളും അയാൾ എന്താകില്ല? സിറാത്തുൽ മുസ്തഖീമിന്റെ ആളാവുകയില്ല. ഇൻതളമത്ഹാ സൂറത്തുൽ ഫാത്തിഹ അഹ്സന ഇൻതിളാം. അതുകൊണ്ട് തന്നെ ഈ ഓരോ ഘട്ടങ്ങളും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തിലുള്ളതാണ്? സൂറത്തുൽ ഫാത്തിഹയിലുള്ളതാണ്. അത് ഏറ്റവും നല്ല ഓർഡറിലാണ് സൂറത്തുൽ ഫാത്തിഹയിൽ നൽകിയിട്ടുള്ളത്. വതളമ്മനത്ഹാ അബ്ലഗ തളമ്മുൻ. അതിൽ ഏറ്റവും നല്ല രീതിയിൽ, വിശാലമായ രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുമുണ്ട്. ഫമൻ അഅതൽ ഫാത്തിഹത ഹഖ്ഖഹാ. ആരാണോ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് അതിന്റെ ഹക്ക് വീട്ടി കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിനെ കൊടുക്കേണ്ട ആ പ്രാധാന്യം കൊടുക്കുന്ന, ഏതൊക്കെ തരത്തിൽ? ഇൽമൻ വശുഹൂദൻ വഹാലൻ വമഅരിഫതൻ. അത് അറിവായിക്കൊണ്ട്, അതിനെ ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്തുന്ന അവസ്ഥയിലായിക്കൊണ്ട്, അതവന്റെ എല്ലാ മേഖലയിലും പകർത്തിക്കൊണ്ട്, അത് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട്, ഈ നിലക്കെല്ലാം സൂറത്തുൽ ഫാത്തിഹയുടെ ഹക്ക് ആരാണോ വീട്ടിക്കൊടുക്കുന്നത്, അലിമ അന്നഹു ലാ തസിഹു ലഹു ഖിറാഅതുഹാ അലൽ ഉബൂദിയ്യതി ഇല്ലാ ബിത്തൗബത്തിൻ നസൂഹ്. അവന് മനസ്സിലാക്കാൻ സാധിക്കും, അവന് ബോധ്യപ്പെടും. അന്നഹു ലാ തസിഹു ലഹു ഖിറാഅതുഹാ അലൽ ഉബൂദിയ്യ. അള്ളാഹുവിനുള്ള ആരാധനയുടെ പരിപൂർണതയിലായിക്കൊണ്ട് ആ സൂറത്ത് പാരായണം ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത് ശരിയാകില്ല. ഇല്ലാ ബിത്തൗബത്തിൻ നസൂഹ. ഏറ്റവും നല്ല രീതിയിൽ നിഷ്കളങ്കമായി പരിപൂർണമായി കൊണ്ട് അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങാതെ. കാരണം ആ സൂറത്തുൽ ഫാത്തിഹയിൽ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യം എന്താണോ അത് ലഭിക്കണമെങ്കിൽ ഒരുവനിൽ നിന്ന് യഥാർത്ഥ രൂപത്തിലുള്ള തൗബ ഉണ്ടായിരിക്കണം. എന്നാലേ അത് പരിപൂർണമായ നേട്ടം ലഭിക്കുകയുള്ളൂ. ഫഇന്നൽ ഹിദായത താമത ഇല സിറാത്തുൽ മുസ്തഖീം ലാ തകൂനു മഅൽ ജഹ്ലി ബിദ്ദുനൂബ്. സിറാത്തുൽ മുസ്തഖീമിലേക്കുള്ള ഹിദായത്ത്, പരിപൂർണമായ ഹിദായത്ത്, അതിന്റെ പരിപൂർണത ഒരാൾക്കും നേടാൻ സാധിക്കുകയില്ല അവന്റെ പാപങ്ങളെ കുറിച്ച് ജഹലിലായിക്കൊണ്ട്. ഒരാൾക്ക് അറിയില്ല ഞാൻ ചെയ്യുന്നത് പാപമാണെന്ന് ഒരാൾക്ക് അറിയില്ല, അല്ലെങ്കിൽ തന്റെ തെറ്റെന്താണെന്ന് അറിയില്ല, തന്റെ കുറവെന്താണെന്ന് അറിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലായിക്കൊണ്ട് ഒരാൾക്ക് എന്താവാൻ സാധിക്കില്ല? സിറാത്തുൽ മുസ്തഖീമിൽ അതിന്റെ പൂർത്തീകരണത്തിൽ, ഹിദായത്തിന്റെ പൂർത്തീകരണം അവൻ ലഭിക്കുകയില്ല. വലാ മഅൽ ഇസ്റാറി അലൈഹ. അതുപോലെ തന്നെ ആ പാപത്തിൽ, അവൻ ചെയ്യുന്ന പാപം എന്താണോ അതിൽ തുടർന്നുകൊണ്ട് ഒരാൾക്കൊരിക്കലും ഹിദായത്തിന്റെ പരിപൂർണതയിൽ എത്താൻ സാധിക്കില്ല. ഫൈനൽ അവ്വല ജഹ്ലുൻ യുനാഫി മഅരിഫത്തുൽ ഹുദാ. അപ്പോൾ ഒന്നാമത് പറഞ്ഞത് എന്താണ്? പാപത്തിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. അഥവാ ഒരു കാര്യം ഇന്നത് തെറ്റാണ്. ചില ആളുകൾ കാണാൻ സാധിക്കും, അവര് നിസ്കരിക്കുന്നുണ്ടാവും, 5 വഖ്ത് ജമാഅത്തിനുണ്ടാവും മസ്ജിദിൽ, അത് വേറെ ചില കാര്യങ്ങളുണ്ടാവും. അവർക്ക് ചില കാര്യങ്ങൾ തെറ്റാന്ന് അറിയില്ല, അവര് ചെയ്യുന്നുണ്ടാവും. പക്ഷെ തെറ്റാന്ന് അറിയാതെയായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവും. അതായത് അതിന്റെ കുറിച്ചുള്ള അറിവ് അവർക്ക് ഉണ്ടാവില്ല, അറിവില്ലായ്മ, ജഹല് കാരണത്താൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. അപ്പൊ ഒന്നാമത് പറഞ്ഞ ഈ 2 കാര്യങ്ങളോടുകൂടി, അഥവാ ഏതാണ്? അൽ ജഹ്ലു ബിദ്ദുനൂബ്, പാപങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടും ആ പാപങ്ങളിൽ മുസിറായിക്കൊണ്ട് തുടരുന്നത് കൊണ്ടും തുടർന്ന് ആ പാപം ചെയ്യുന്നത് കൊണ്ടും ഒരാൾക്ക് സിറാത്തുൽ മുസ്തഖീമോ ഹിദായത്തിന്റെ പരിപൂർണതയോ ലഭിക്കുകയില്ല. എന്നിട്ട് പറയാണ്, ഈ 2 കാര്യം പറഞ്ഞല്ലോ, അതിൽ ഒന്നാമത്തേതിനുള്ള കാരണം നേരായ മാർഗം എന്താണ്, ഏതാണ് ശരിയായ മാർഗം എന്നതിനെ കുറിച്ചിട്ടുള്ള ജഹല് കാരണത്താൽ, അതറിയാത്തത് കൊണ്ട് ജഹല് സംഭവിച്ചത് കൊണ്ടാണ് ഒന്നാമത്തേത്. വസാനി, രണ്ടാമത്തേതോ ഗയ്യുൻ യുനാഫി ഖസ്ദഹു വ ഇറാദതഹു. 2 ഗയ്യാണ്. ഗയ്യ് എന്ന് പറഞ്ഞാൽ ഒരു തരം ജഹലാണ്, പക്ഷേ അത് ഹവയെ പിൻപറ്റിക്കൊണ്ട്
ജീവിക്കുക. അവന് അറിവുണ്ടായിരിക്കും. ജഹ്ല് എന്ന് പറഞ്ഞാൽ അറിവുണ്ടാവില്ല. ഗയ്യ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കും. പക്ഷേ ഹവ കാരണത്താൽ അവനത് സ്വീകരിക്കാതെ അവൻ പിഴച്ചുകൊണ്ടേ ജീവിക്കുന്ന അവസ്ഥ, അവന്റെ ഹവയെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന അവസ്ഥ, അതാണ് ഗയ്യ് എന്ന് പറയുക. അപ്പൊ ഗയ്യുൻ യുനാഫി ഖസ്ദഹു വ ഇറാദതഹു, അവൻ ആ ഇൽമനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് തടസ്സമാകുന്ന രീതിയിൽ ഗയ്യ് ഉണ്ടാവുക. അവൻ അതുകൊണ്ട് അമലി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ, അറിവുണ്ടാകും, അമലി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ. ഈ രണ്ടു കൂട്ടരെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് പറഞ്ഞത്? ഒന്നാമത്തെ കൂട്ടർ വലദ്ദാലീനും, രണ്ടാമത്തെ കൂട്ടർ ഗൈറുൽ മഗ്ദൂബി അലൈഹിം. ആ രണ്ടു കൂട്ടരെ പറഞ്ഞു. അപ്പോ ഈ രണ്ട് ഇനമായിട്ട് ഫാത്തിഹയിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഫാത്തിഹയിൽ സൂചിപ്പിച്ചിട്ടുള്ള രണ്ട് മനുഷ്യന് ബാധിക്കുന്ന രോഗങ്ങൾ, അത് ഇല്ലാതാക്കാൻ തൗബ വേണം. ആ തൗബക്ക് തടസ്സമാകുന്നതും ഈ കാര്യങ്ങളാണ് എന്നറിയിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഫലിദാലിക ലാ തസിഹു തൗബതു ഇല്ലാ ബഅദ മഅരിഫത്തി ദംബ്. അതുകൊണ്ട് തന്നെ, ഈ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരാളുടെ തൗബ ശരിയാകണമെങ്കിൽ, അഥവാ ഒരാളുടെ തൗബ ശരിയാവുകയില്ല അവരുടെ പാപത്തിനെ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ തെറ്റെന്താണ് എന്നുള്ള മഅരിഫത്തില്ലാതെ ഒരാളുടെ തൗബ ശരിയാവുകയില്ല. കാരണം തൗബ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഞാനീ ചെയ്തത് തെറ്റാണ്, എനിക്ക് സംഭവിച്ചത് തെറ്റാണ്, ഇത് അബദ്ധമാണ്, ഇത്ര ഗൗരവമുള്ള കാര്യമാണ് എന്നുള്ള മഅരിഫത്ത് ഉണ്ടാകണം. അതുപോലെ വൽഇഅ്തിറാഫി ബിഹി, അത് അംഗീകരിക്കാതെ ഒരാൾ തൗബ ശരിയാവണമെങ്കിൽ അവൻ പാപം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അവന് സംഭവിച്ചത് ആ പാപം എന്നിൽ സംഭവിച്ചതാണ് എന്ന നിലക്ക് അത് അംഗീകരിക്കുന്ന അവസ്ഥയുണ്ടാവണം. വതലബി തഖല്ലുസി മിൻ സൂഇ അവാഖിബിഹി, അതുപോലെ തന്നെ ഈ പാപം കാരണത്താൽ അവന് ബാധിക്കുന്ന ഏറ്റവും മോശമായ പര്യവസാനത്തിൽ നിന്ന് ഒഴിവായി കിട്ടണം എന്നുള്ള തേട്ടം ഉണ്ടാകുമ്പോഴാണ് എന്താകുന്നത്? ആ തൗബ ശരിയാവുകയുള്ളൂ. തൗബ ശരിയാവുകയുള്ളൂ. ഇവിടെ പറഞ്ഞ എന്താണ്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ തൗബയും സൂറത്തുൽ ഫാത്തിഹയും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറയുകയാണ്. അതായത് ഒരാളുടെ ഹിദായത്ത് പരിപൂർണമാകണമെങ്കിൽ, ശരിയാവണമെങ്കിൽ തൗബ ഉണ്ടാകണം. തൗബ ശരിയാവണമെങ്കിൽ എന്തുകൊണ്ടാണ് ഒരാൾ തൗബ ചെയ്യാതിരിക്കുന്നത്? പാപത്തെക്കുറിച്ചുള്ള ജഹ്ല് കാരണത്താലും, അല്ലെങ്കിൽ അറിവുണ്ടായിട്ടും ഹവയെ പിൻപറ്റുന്നത് കൊണ്ടുമാണ്. ആ രണ്ടെണ്ണത്തിൽ നിന്ന് ഒഴിവായാലേ തൗബ ശരിയാവുകയുള്ളൂ. തൗബ ശരിയായാലേ ഒരാളുടെ ഹിദായത്ത് ശരിയാവുകയുള്ളൂ. ഹിദായത്ത് ശരിയായവനെ സിറാത്തുൽ മുസ്തഖീമിൽ ആവുകയുള്ളൂ. ആ തൗബ ശരിയാവണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ പാപത്തെക്കുറിച്ച് ബോധം വേണം, അത് അംഗീകരിക്കണം. അതുപോലെ തന്നെ അതിന്റെ പര്യവസാനത്തെക്കുറിച്ച്, അത് ആ മോശപ്പെട്ട അവസാനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തേട്ടവും ഉണ്ടായിരിക്കണം എന്നിട്ട് പറയാണ്. وأنك إنما ارتكبت الذنب بعد انخلاعك من ثوب عصمته لك. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇബ്നുൽ ഖയ്യിം പറയാണ്, وأنك إنما ارتكبت الذنب بعد انخلاعك من ثوب عصمته لك. നീ എപ്പോഴെല്ലാം, നമ്മളോട് ഓരോരുത്തരോടും പറയാണ്, നീ എപ്പോഴെല്ലാം പാപത്തിൽ ചെന്ന് വീഴുന്നുണ്ടോ അല്ലെങ്കിൽ പാപം ചെയ്യുന്നുണ്ടോ, അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്മത്തിന്റെ അല്ലെങ്കിൽ ഒരു സംരക്ഷണത്തിന്റെ വസ്ത്രം നിന്നിൽ നിന്ന് ഒഴിവായതിന് ശേഷം മാത്രമേ നിനക്ക് ആ പാപം ചെയ്യാൻ പറ്റുള്ളൂ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു സംരക്ഷണം, ആ ഒരു ഇസ്മത്തിന്റെ വസ്ത്രം അഥവാ പാപത്തിൽ വീഴാതിരിക്കാൻ അള്ളാഹു നൽകുന്ന ഒരു സംരക്ഷണം നിന്റെ മേലിൽ നിന്ന് ഒഴിവാകുമ്പോൾ മാത്രമേ നീ പാപത്തിൽ ചെന്ന് വീഴുന്നുള്ളൂ. ഫമതാ അറഫ ഹാദൽ ഇൻഖിലാ അദമ ഖത്റുഹു ഇൻദഹു. ഈ ഒരു സംരക്ഷണം അല്ലെങ്കിൽ പാപത്തിൽ വീഴുന്ന സംരക്ഷണത്തിന്റെ ആ വസ്ത്രം അല്ലെങ്കിൽ ആ ഒരു സംരക്ഷണം എപ്പോഴാണ് ഒഴിവാകുന്നത് എന്ന് നിനക്ക് മനസ്സിലാകുമ്പോൾ അതിന്റെ ഗൗരവവും അതിന്റെ പ്രാധാന്യവും നിനക്ക് ബോധ്യപ്പെടും. അതായത് നമ്മളൊരു പാപത്തിൽ ചെന്ന് വീഴുമ്പോൾ അതിന്റെ പിന്നിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു സംരക്ഷണത്തിൽ നിന്ന് ഒഴിവാകുമ്പോഴാണ് ആ പാപത്തിൽ നമ്മൾ പോയി വീഴുന്നത്. അപ്പൊ എപ്പോഴാണ് ആ സംരക്ഷണം ഒഴിവാകുന്നത് എന്നത്, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ്, എന്ത് പ്രവർത്തനം കൊണ്ടാണ്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അത് ഒഴിവാകുന്നത് എന്ന് നിനക്ക് മനസ്സിലായാൽ അതിന്റെ പ്രാധാന്യം നിന്റെ അടുക്കൽ കൂടും, അല്ലെങ്കിൽ അതിന്റെ ഗൗരവം മനസ്സിലാകാൻ സാധിക്കും. വഷ്തദ്ദത് അലൈഹി മുഫാറഖതുഹു. അപ്പോൾ നിനക്ക് എന്താവും? ആ സംരക്ഷണം ഒഴിവാകുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി തീരും. വഅലിമ അന്നൽ ഹുൽക കുല്ലൽ ഹുൽകി ബുഅദുഹു. നിനക്ക് ബോധ്യപ്പെടും അല്ലെങ്കിൽ അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും
ആ നാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംരക്ഷണത്തിന്റെ ആ വസ്ത്രം അത് ഒഴിവായി പോകുമ്പോൾ, അത് അകന്നു പോകുമ്പോഴാണ് ആ നാശമുണ്ടാകുന്നത്. വഹുവ ഹഖീഖത്തുൽ ഖിദ്ലാൻ, അതാണ് അള്ളാഹു കൈവിട്ടതിന്റെ അല്ലെങ്കിൽ നഷ്ടം പറ്റിയതിന്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അതാണ്. അഥവാ നമ്മൾ പാപം ചെയ്യാതിരിക്കുന്ന നമ്മുടെ ഗുണം കൊണ്ടല്ല, നമ്മളൊരു തെറ്റ് ചെയ്യാതെ നല്ല രീതിയിൽ ജീവിക്കുന്നത് നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഗുണങ്ങൾ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് വേറെന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ട് അതല്ല. ചില കാരണങ്ങളുണ്ടെങ്കിലും എന്താണ് അള്ളാഹു തആല നൽകിയ സംരക്ഷണം കൊണ്ടാണ്. അള്ളാഹുവിന്റെ ഒരു കാവലും സംരക്ഷണവും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകും? അപ്പോ ആ ഒരു സംരക്ഷണം നീങ്ങുമ്പോൾ മാത്രമാണ് നീ പാപത്തിൽ ചെന്ന് വീഴുന്നത്, നിന്നിൽ പാപം സംഭവിക്കുന്നത്. അതുകൊണ്ട് അത് എപ്പോഴാണ് നീങ്ങുന്നത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ അത് ഗൗരവമുള്ള ഒരു കാര്യമായി നിന്നിൽ തീരും. ആ ഒരു നീങ്ങുന്നതാണ് നഷ്ടത്തിന്റെ അല്ലെങ്കിൽ കൈവിടൽ സംഭവിച്ച അല്ലെങ്കിൽ അള്ളാഹു കൈവിട്ടു എന്നതിന്റെ യാഥാർത്ഥ്യം. ഫമാ ഖല്ലല്ലാഹു ബൈനക വബൈന ദംബി ഇല്ലാ ബഅദ അൻ ഖദലക, അള്ളാഹു കൈവിട്ടതിന് ശേഷമല്ലാതെ നീയും നിന്റെ പാപവും തമ്മിൽ അള്ളാഹു ഒരു ഒറ്റക്കാക്കി പോകുന്നില്ല. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ കൈവിട്ടത് കൊണ്ടാണ് നീയും നിന്റെ പാപവുമായിട്ട് ഒറ്റക്കാകുന്ന അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കുന്നത്. വഖല്ല ബൈനക വബൈന നഫ്സിക്, അള്ളാഹു എന്ത് ചെയ്യുന്നു? നിന്നെയും നിന്റെ സ്വന്തത്തെയും മാത്രമായി വിട്ടേക്കുന്നു. അതായത് നമ്മൾ സ്വന്തമായിട്ട് മാത്രം വിട്ടേക്കുന്നു, അള്ളാഹിന്റെ ഒരു സംരക്ഷണവുമില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നീ പാപത്തിൽ പോയി വീഴുന്നത്. വലൗ അസമക വവഫഖക ലമാ വജദ ദംബു ഇലൈക സബീല, അള്ളാഹു നിന്നെ സംരക്ഷിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹു നിനക്ക് തൗഫീഖ് നൽകിയിരുന്നുവെങ്കിൽ പാപത്തിന് നിന്റെ അടുക്കലേക്ക് ഒരു വഴി ഉണ്ടാവൂല. പാപം ചെയ്യുന്ന ഒരു സാഹചര്യം നിനക്കില്ലാതെ അള്ളാഹു നിനക്ക് ഒരുക്കി തരുന്നു. സുബ്ഹാനല്ലാഹ്, ഇത് ചിന്തിക്കുന്നവർക്ക് വലിയ ഒരു പാടുള്ള കാര്യമാണ്. വളരെയധികം ചിന്തിക്കേണ്ട ഒരു വാക്കാണത്. അതായത് അള്ളാഹു നിന്നെ സംരക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ, അള്ളാഹു നിനക്ക് തൗഫീഖ് നൽകിയിട്ടുണ്ട് എങ്കിൽ പാപത്തിന് നിന്റെ അടുക്കലേക്ക് ഒരു വഴി ഉണ്ടാവില്ല. ആ പാപത്തെ നീ കണ്ടുമുട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകില്ല. ആ സംരക്ഷണത്തിന്റെ ആ വസ്ത്രം നീങ്ങിപ്പോകുന്നിടത്താണ് നീ പാപത്തിൽ വീഴുന്നത്, അല്ലെങ്കിൽ നീയും പാപവുമായി ഒറ്റക്കാകുന്നത്, അല്ലെങ്കിൽ നിന്റെയും നിന്റെ നഫ്സിന്റെയും കാര്യം അള്ളാഹു വിട്ടേച്ച അവസ്ഥ അപ്പോഴാണ് ഉണ്ടാകുന്നത് എന്ന് പറയാം. എന്നിട്ട് പറയാണ് ഫഖദ് അജ്മഅൽ ആരിഫൂന ബില്ലാഹി തആല അലാ അന്നൽ ഖിദ്ലാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച്, അല്ലാഹുവിന്റെ നാമങ്ങളെ കുറിച്ച്, വിശേഷണങ്ങളെ കുറിച്ച് ആഴത്തിൽ അറിവുള്ള ആളുകൾ അവർ പറഞ്ഞത് കാണാം. ഖിദ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ അള്ളാഹു കൈവിട്ടൊരവസ്ഥ, അൻ യുഖല്ലി അല്ലാഹു ബൈനക വബൈന നഫ്സിക, അള്ളാഹു നിന്നെയും നിന്റെ നഫ്സിനെയും കൂടി അള്ളാഹു ഒറ്റക്കാക്കി വിടുക. അള്ളാഹുവിന്റെ ഒരു നിയന്ത്രണമില്ലാതെ അങ്ങ് വിട്ടേക്കുക, നീ എന്താ ചെയ്തോ എന്ന നിലക്ക് വിടുക. അതിനാണ് ഖിദ്ലാൻ എന്ന് പറയുന്നത് എന്ന് മുൻഗാമികളിൽ പലരും പറഞ്ഞത് കാണാം. അതായത് ഒരാൾക്ക് നഷ്ടം പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹു കൈവിട്ടു എന്ന് പറഞ്ഞാൽ അവന്റെ നഫ്സിനെയും അവനെയും കൂടി അള്ളാഹു അങ്ങോട്ട് വിട്ടേക്കും, അള്ളാഹു യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും ഇല്ലാതെ. തൗഫീഖ് അതിന്റെ എതിരാണ്, ഖിദ്ലാനിന്റെ എതിരാണ് തൗഫീഖ് എന്നുള്ളത്. അള്ളാഹു തആല ഒരു പ്രത്യേക, തൗഫീഖിന് മലയാളത്തിൽ നല്ലൊരു വാക്ക് അറിയില്ല, എന്നാലും ഉദവി എന്നോ അതിൽ പ്രത്യേകമായിട്ടുള്ള ഒരു സംരക്ഷണം, ആ തൗഫീഖ് നൽകുക എന്ന് പറഞ്ഞാൽ അല്ലാ യകിലക അല്ലാഹു ഇലാ നഫ്സിക്, നിന്റെ കാര്യം നിന്റെ നഫ്സിലേക്ക്, നിന്റെ സ്വന്തത്തിലേക്ക് അള്ളാഹു തആല ഏൽപ്പിക്കാതിരിക്കുക, വിടാതിരിക്കുക എന്നുള്ളതാണ് എന്തു പറയുന്നത്? തൗഫീഖ് എന്ന് പറയുന്നത്. നിന്റെ കാര്യം നിന്നിലേക്ക് തന്നെ വിടൂല, അള്ളാഹു തആല അവിടെ നിയന്ത്രണം അള്ളാഹു ഏറ്റെടുത്തുകൊണ്ടാണ് ആ കാര്യം അവിടെ നടക്കുന്നത്. അപ്പൊ അള്ളാഹു തആല നമ്മുടെ കാര്യം നീ എന്താ ചായിക്കോ എന്ന നിലക്ക് വിട്ടേക്കുന്നതാണ് ഖിദ്ലാൻ എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ പാപങ്ങളും നമ്മുടെ നഫ്സിന് മാത്രമാകുന്ന അവസ്ഥ. എന്നാൽ അള്ളാഹു തആല നമ്മെ നമ്മുടെ സ്വന്തത്തിലേക്ക് പൂർണ്ണമായി വിടാതെ ഇരിക്കുന്ന അവസ്ഥക്കാണ് തൗഫീഖ് എന്ന് പറയുന്നത്. വലഹു സുബ്ഹാനഹു ഫി ഹാദിഹി തഖ്ലിയ ബൈനക വബൈന ദംബി വഖിദ്ലാനിക, അള്ളാഹു തആല നിന്നെയും അതുപോലെ തന്നെ നിന്റെ പാപത്തെയും ഇങ്ങനെ ഒറ്റക്ക് വിടുന്ന ഒരവസ്ഥക്ക് അതിന് പിന്നിൽ ഹിക്കമുൻ വ അസ്റാറുൻ, അതിന്റെ പിന്നിൽ ചില ഹിക്മത്തുകളും ചില രഹസ്യങ്ങളുമുണ്ട്. അതായത് അള്ളാഹു തആല അടിമകളെ ചില സമയത്ത് നിന്നെ പാപവും നീയുമായിട്ട് വെറുതെ വിടുന്ന അവസ്ഥ ഉണ്ടാവും. ചില സമയത്ത് നമ്മൾ ആലോചിച്ചാൽ മതി, നമുക്ക് എത്ര ശ്രമിച്ചാലും ഒരു പാപത്തിന് ഒഴിവാക്കാൻ പറ്റൂല, നമുക്ക് ഇഷ്ടം ഉണ്ടാവൂല, നമുക്ക് താല്പര്യം ഉണ്ടാവൂല, പക്ഷെ ആ പാപം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും.
നമ്മൾ ചിലപ്പോൾ ചോദിച്ചു, ഞാൻ എന്തിനാണ് ചെയ്യുന്നത്? നമുക്ക് താല്പര്യം ഉണ്ടാവില്ല, നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ അതിലേക്ക് വീണ്ടും പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങൾ നിലക്ക് നിന്നെ അള്ളാഹു കൈവിട്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ ഹിക്മൻ വസ്റാറും, ചില ഹിക്മത്തുകളും ചില രഹസ്യങ്ങളും ഉണ്ട്. ഈ തൗബയുടെ മൻസിലത്തിന്റെ അവസാനത്തിലൊക്കെ ആ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയുന്നു, വൽ മുഅ്മിനു ലാ തതിമ്മു ലഹു ലദ്ദതുഹു ബിമഅസിയതിഹി അബദാ. എന്നിട്ട് പറയാണ്, ഒരു മുഅ്മിനിന്, യഥാർത്ഥ സത്യവിശ്വാസിക്ക് ഒരിക്കലും അവന്റെ പാപത്തിൽ ലദ്ദത്ത് കണ്ടെത്താൻ സാധിക്കില്ല. അവൻ ഈമാൻ ശരിയായ നിലക്കുള്ള ഒരു വ്യക്തിക്ക് അവന്റെ പാപത്തിൽ, പാപം ചിലപ്പോൾ സംഭവിക്കും, പക്ഷെ ആ പാപത്തിൽ എന്തുണ്ടാകില്ല? ഒരാസ്വാദനം അവന് കണ്ടെത്താൻ സാധിക്കുകയില്ല. വലാ യക്മുലു ബിഹാ ഫർഹുഹു, അവന്റെ സന്തോഷം, ആ പാപത്തിലൂടെ അവന് പരിപൂർണമായൊരു സന്തോഷം ലഭിക്കില്ല. ബല്ലാ യുബാശിറുഹാ ഇല്ലാ വൽ ഹസനി മുഖാലിത്തുൻ ലിഖൽബിഹി, അവൻ ആ പാപം പക്ഷെ ചെയ്യുന്നത് ഏതവസ്ഥയിലായിരിക്കും? ദുഃഖം അതിനോടൊപ്പം അവന്റെ കൽബിൽ ചേർന്ന അവസ്ഥയിലായിരിക്കും. ഈമാനുള്ള ഒരാൾ ഒരു പാപം ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരിക്കലും ഈമാൻ ശരിയായിട്ടുള്ള ഒരുവനാണ് എങ്കിൽ അവൻ അതിന്റെ ആസ്വാദനം ലഭിക്കുകയില്ല, അതിലൂടെ സന്തോഷം ലഭിക്കുകയില്ല, പക്ഷെ പാപം ചെയ്യും. അവന്റെ കൽബിൽ ഒരു ദുഃഖം കൂടിക്കലർന്നുകൊണ്ടല്ലാതെ ആ പാപം അവന് ചെയ്യാൻ സാധിക്കില്ല. വലാകിന്ന, പക്ഷേ സുക്രശഹ്വതി യഹ്ജുബുഹു അനി ശുഊരി ബിഹി, പക്ഷേ എന്നിട്ടും അവൻ ആ പാപം ചെയ്യുന്നത് എന്താ? അല്ലെങ്കിൽ ആ ദുഃഖത്തെ മനസ്സിലാക്കാത്ത എന്താ? സുക്രശഹ്വ, അവന്റെ ശഹ്വത്തിന്റെ മത്തിൽ, ലഹരിയിൽ അവൻ എന്ത് ചെയ്തു പോവുകയാണ്? അവന്റെ ഈ ഒരു അവസ്ഥ, അവന്റെ ആ ദുഃഖത്തെ മനസ്സിലാകുന്ന ആ ദുഃഖത്തെ മറയിട്ടിരിക്കുകയാണ്. അത്രയും ശഹ്വത്ത് കയറിയിട്ടാണ് എന്താകുന്നത്? അവൻ ആ പാപം ചെയ്തു പോകുന്നത്. അവന് ദുഃഖം ഉണ്ടാവും, യഥാർത്ഥ മുഅ്മിനുള്ളിൽ ദുഃഖം ഉണ്ടാവും, പക്ഷെ അത് അവന് അനുഭവിക്കാനോ തോന്നാതിരിക്കാനോ കാരണമാകുന്നത്, അവനതിലൊരു ആസ്വാദനമുണ്ട് എന്ന് തോന്നുന്നത് അവന്റെ ശഹ്വത്തിന്റെ മറ അതിന്റെ മേലെ വീണത് കൊണ്ടാണ്. വമതാ ഖലാ ഖൽബുഹു മിൻ ഹാദിൽ ഹസൻ, എപ്പോഴാണോ ഒരാൾ പാപം ചെയ്യുമ്പോൾ അവന്റെ കൽബിൽ നിന്ന് ദുഃഖം നീങ്ങിപ്പോകുന്നത്, അഥവാ നമ്മളിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു മുഅ്മിൻ പാപം ചെയ്യുന്ന സമയത്ത് അവന്റെ കൽബിൽ ദുഃഖമില്ലാത്തൊരവസ്ഥ ഉണ്ടാവുകയാണ് എങ്കിൽ, വസ്തദ്ദത് ഗിബ്തതുഹു വസുറൂറുഹു ഫൽയത്തഹിം ഈമാനഹു, അവന് തോന്നുകയാണ് വേറൊരാളൊരു പാപം ചെയ്യുന്ന കാണുമ്പോൾ അതിനോടൊരു ആഗ്രഹം, അതെനിക്കും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ അവനൊരു സന്തോഷം ഉണ്ടാവുകയാണ്. അങ്ങനെ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അവന്റെ ഈമാനിനെ അവൻ സംശയിച്ചു കൊള്ളട്ടെ, അവന്റെ ഈമാനിനെ അവൻ സംശയിച്ചു കൊള്ളട്ടെ. അതായത് മുഅ്മിൻ പാപം ചെയ്യൂല എന്നല്ല പറഞ്ഞത്, പാപത്തിൽ ആസ്വാദനം കണ്ടെത്തില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ആസ്വാദനത്തിന്റെ അംശം പോയിട്ട് അവന്റെ ഉള്ളിൽ ദുഃഖമില്ലാത്ത വേറൊരാളുകൾ പാപം ചെയ്യുമ്പോൾ അത് ചെയ്യാൻ എനിക്കും സാധിച്ചിരുന്നെങ്കിൽ എന്നുള്ള കൊതി, അല്ലെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സന്തോഷം, ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ ഒരാൾ പാപം ചെയ്ത് എത്തിയിട്ടുണ്ട് എങ്കിൽ അവൻ അവന്റെ ഈമാനിനെ സംശയിക്കട്ടെ. വൽയബ്കി അലാ മൗതി ഖൽബിഹി, അവന്റെ കൽബിന്റെ മരണത്തിന്റെ മേലെ അവൻ കരയട്ടെ. അവന്റെ കൽബ് ചത്തുപോയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ ആ വേദന, ആ ദുഃഖം അവന്റെ ഉള്ളിൽ ഇല്ലാത്തത്. ഫഇന്നഹു ലൗ കാന ഹയ്യൻ, അവന്റെ കൽബിന് ജീവൻ ഉണ്ടായിരുന്നു എങ്കിൽ ലഹ്സനഹു ഇർതികാബുഹു ലിദ്ദംബ്, തീർച്ചയായും ആ പാപം അവൻ ചെയ്തത് അവനിൽ ദുഃഖമുണ്ടാക്കുമായിരുന്നു. അവന്റെ കൽബിൽ ജീവൻ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ ചെയ്ത പാപം അവനിൽ ദുഃഖമുണ്ടാക്കുമായിരുന്നു. അതായത് ഈ അവസ്ഥകളൊക്കെ നമുക്ക് കടന്നു പോകുന്നൊരു കാര്യമാണ്. നമ്മൾ ആലോചിച്ചാൽ മതി. ചില സമയത്ത് പാപങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവും, നമുക്ക് വിഷമം ഉണ്ടാവും. ചില സമയത്ത് പാപം ചെയ്യുമ്പോൾ അതിൽ സന്തോഷം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവും. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈമാനെ സംശയിക്കേണ്ടതുണ്ട്, ദുഃഖമുണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു മുഅ്മിനിന്റെ അവസ്ഥയുമാണ്. പറയാണ്, ഇനി ഒരാൾക്ക് ആ ദുഃഖം അനുഭവിക്കാൻ സാധിക്കുന്നില്ല, അതുപോലെ തന്നെ അവന് അതിൽ വേദന ഇല്ലാത്തൊരവസ്ഥയിൽ, അല്ലെങ്കിൽ സന്തോഷം തോന്നുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ ആ പാപം ചെയ്യുമ്പോൾ അതിനോട് ആഗ്രഹം തോന്നുന്ന അവസ്ഥയിലാണ് എങ്കിൽ അവനവന്റെ കൽബ് ചത്തുപോയി എന്നുള്ളതിൽ കരയട്ടെ. കാരണം അവന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അവനെന്ത് ആകുമായിരുന്നു? അത് കൽബിൽ ആ ദുഃഖം ഉണ്ടാകുമായിരുന്നു. അവന് വല്ലാത്തൊരു ബുദ്ധിമുട്ടും ഞെരുക്കവും ദേഷ്യവും ആ പാപത്തിന്റെ മേലുണ്ടാകുമായിരുന്നു. അതൊരു ഞെരുക്കമായി, ബുദ്ധിമുട്ടായി അവന് മാറുമായിരുന്നു ആ പാപം ചെയ്തത്. വലഹസ്സൽ ഖൽബു ബിദാലിക്, അതവന്റെ കൽബിൽ അവൻ അനുഭവിക്കാൻ സാധിക്കും. ഫഹൈസു ലം യുഹിസ്സ ബിഹി, ഇനി അവനത് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, പാപം ചെയ്തിട്ട് ഒരു ദുഃഖമില്ല, ഒരവസ്ഥയില്ല, അങ്ങനൊരു അവസ്ഥയിലാണ് അവന് ഉള്ളത് എങ്കിൽ ഈലാമുൻ അറിയപ്പെട്ട ഒരു വാക്കാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. അതായത് ഒരു മയ്യത്തിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് മയ്യത്തിന് എന്താവൂല?
വേദന എടുക്കൂല. ഒരു ശവത്തിന്റെ മേലെ എന്തെങ്കിലും പിടിച്ച് കുത്തിയോണ്ട് അതിന് വേദന എടുക്കുമോ? ഇല്ല. അതുപോലെ തന്നെ അവന്റെ കൽബ് ചത്തുപോയത് കൊണ്ടാണ് എന്തില്ലാത്തത്, ആ ദുഃഖം അവൻ അനുഭവിക്കാൻ സാധിക്കാത്തത്. എന്നിട്ട് പറയാണ് പാപത്തിൽ സംഭവിക്കുന്ന ഈ ചെറിയൊരു കാര്യം, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഈ ഒരു കാര്യം, ഇത് അധിക ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാറില്ല. അഥവാ ഈ ദുഃഖത്തിന്റെ ഇതിന്റെ വ്യത്യാസം അധിക ആളുകളും അതിലേക്ക് മനസ്സിലാക്കുന്ന തരത്തിൽ എത്തിയിട്ടില്ല. ഔ യൻതബിഹുലഹ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരല്ല. അധികം ആളുകൾ അവർക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഒരു പാപം ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ തൗബ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ പാപത്തിന്റെ അളവ് എത്രയാണ്, ഏത് നിലയിലായിട്ടുണ്ട്, അല്ലെങ്കിൽ ദുഃഖം ഉണ്ടോ ഇല്ലേ, ഇതിനെക്കുറിച്ച് അധിക ആളുകൾക്കും വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു കാര്യമാണ്. അധിക ആളുകൾക്കും അതിനെക്കുറിച്ച് അറിവുണ്ടാവില്ല. വളരെ ഭയപ്പെടേണ്ട ഒരു അവസ്ഥയാണത്. ആ ദുഃഖം നീങ്ങി പോകുന്നത് എന്നുള്ളത് വളരെ ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒരവസ്ഥയാണ്. മുതറാമിൻ ഇലൽ ഹലാകി ഇൻ ലം യുതദാറക് ബിസലാസതി അഷ്യാ. മുതറാമിൻ ഇലൽ ഹലാക്, അത് അവന്റെ നാശത്തിലേക്ക് വഴിയൊരുക്കുന്ന, നാശത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുന്ന ഒരു കാര്യമാണ്. ഇൻ ലം യുതദാറക് ബിസലാസതി അഷ്യാ, 3 കാര്യം അവൻ നേടിയിട്ടില്ല എങ്കിൽ, അവൻ ഈ പാപം ചെയ്യുന്ന അവസ്ഥയിൽ, ഒരു ദുഃഖമില്ലാത്ത അവസ്ഥയിലൊക്കെ അവൻ പാപം അങ്ങനെ ചെയ്തു പോകുന്ന അവസ്ഥയിലാണ് എങ്കിൽ, 3 കാര്യങ്ങൾ അവൻ നേടിയിട്ടില്ല എങ്കിൽ അത് പിന്നെ അവന്റെ നാശത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. കാരണം ആ പാപത്തിന്റെ ആ ദുഃഖം പോലും അവന്റെ ഉള്ളിൽ ഇല്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട് എങ്കിൽ. എന്നിട്ട് പറയാണ് എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ. ഖൗഫുൻ മിനൽ മുവാഫാതി അലൈഹി ഖബ്ല തൗബ. ഒന്നാമത്തേത്, ഞാൻ തൗബ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മരണപ്പെടുമോ എന്നുള്ള ഭയം. പാപം ചെയ്തുകൊണ്ട് തുടർന്നു പോവാണ് അയാൾക്ക്. നമ്മൾ ചിന്തിച്ചാൽ മതി, ഇപ്പൊ ഒരു പാപം നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് വളരെ ദുഃഖം ഉണ്ടാവും, വേദന ഉണ്ടാവും. പക്ഷെ ആ പാപം തുടർന്നുകൊണ്ടേയിരുന്നാലോ, ആ പാപത്തിന്റെ അളവ് കൂടിയാലും നമുക്ക് എന്തുണ്ടാവില്ല, നമുക്ക് ദുഃഖവേദന ഉണ്ടാവില്ല. കാരണം എന്താ, നമ്മുടെ കൽബ് ചത്തുപോയിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നെ അവന് രക്ഷപ്പെടണമെങ്കിൽ, നാശത്തിലേക്ക് പോകാതെ രക്ഷപ്പെടണമെങ്കിൽ, ഒന്നാമത്തെ കാര്യം, ഞാൻ തൗബ ചെയ്യാതെ അതിനു മുമ്പ് ഞാൻ മരണപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മളൊരു ഏതൊരു പാപം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു ചിന്തയാണ്, ഞാൻ ഇതിൽ നിന്ന് തൗബ ചെയ്യാതെ ഞാൻ മരിച്ചാലുള്ള അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഈ പാപം ചെയ്യുന്ന അവസ്ഥയിൽ ഞാൻ മരിച്ചാലുള്ള അവസ്ഥ എന്താണ്. എന്തെല്ലാം സംഭവിക്കാം, മരിക്കാനുള്ള കാരണങ്ങളും കാര്യങ്ങളും എന്തെല്ലാം കാരണങ്ങളുണ്ടാകാം. ഈ ഭൂമി മൊത്തത്തിൽ ഒരു ഗർത്തത്തിലേക്കാണ് വീണുപോയി വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന കെട്ടിടം നമ്മുടെ മേലെ വന്ന് വീണു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന്റെ പ്രവർത്തനം നിന്നുപോയി വിചാരിക്കുക. കാരണം ആ നിമിഷത്തിൽ സംഭവിക്കും. അപ്പോ ആ പാപത്തിൽ നിന്ന് തൗബ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ മരണപ്പെടുമോ എന്നുള്ള ഭയം. രണ്ടാമത്തേത്, والندم على ما فات بثلاثة أشياء: خوف من الموافاة عليه قبل التوبة، وندم على ما فاته من الله تعالى بمخالفة أمره. രണ്ടാമത്തെ കാര്യം ഉണ്ടാകേണ്ടത്, അവന് നഷ്ടപ്പെട്ടു പോയ കാര്യം, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പനകൾ അനുസരിക്കുന്നത് വഴി അള്ളാഹുലേക്കുള്ള സാമീപ്യവും അതുപോലെ നഷ്ടപ്പെട്ട കാര്യത്തിനെ കുറിച്ചുള്ള ഖേദം. അതാണ് രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തേത്, ഇത് ഈ പാപത്തിന് തൗബ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മരണപ്പെടുമോ എന്നുള്ള പേടി. രണ്ടാമത്തേത്, ഞാൻ അള്ളാഹുവിന്റെ കൽപ്പന ചെയ്യാതെ പോയല്ലോ എന്നുള്ള ഖേദം. അതൊരു സൽക്കർമ്മം ചെയ്യലാവട്ടെ, പാപം ഒഴിവാക്കലാവട്ടെ, രണ്ടാലൊന്നും സംഭവിച്ചുകൊണ്ടാണല്ലോ പാപം ഉണ്ടാവുന്നത്, അതിലുള്ള ഖേദം, നെതുമുണ്ടാവുക. മൂന്നാമത്തേത്, തശ്മീറുൽ ജിദ്ദി ഫീ ഇസ്തിദ്റാക്കിഹി, ആ ഒരു അള്ളാഹുവിന്റെ അനുസരണം നേടിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തൗബ നേടിയെടുക്കാൻ വേണ്ടി, ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം, അല്ലെങ്കിൽ അത് ചെയ്യാൻ, അത് ഒരുമിച്ച് കൂട്ടാനുള്ള പരിശ്രമത്തിലേക്ക് മുന്നേറുക എന്നുള്ളത്. ഈ 3 കാര്യങ്ങൾ അവൻ നേടിയിട്ടില്ല എങ്കിൽ അവൻ പിന്നെ നാശത്തിലേക്കാണ് പോവുക. ഒന്ന്, മരണത്തിന് മുമ്പ് എനിക്ക് തൗബ ചെയ്യാൻ പറ്റുമോ എന്നുള്ള പേടി. 2, അള്ളാഹുവിന്റെ വിഷയത്തിൽ നഷ്ടപ്പെടുത്തി പോയതിനെ കുറിച്ചുള്ള ഖേദം. 3, ഒരു മാറ്റത്തിന് ഒരുങ്ങണം എന്നുള്ള, അതിനുള്ള പണിയെടുക്കുക, അതിനുള്ള പരിശ്രമം ചെയ്യുക. ഈ 3 ഉണ്ടെങ്കിലേ അവൻ രക്ഷപ്പെടുകയുള്ളൂ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, ഫഹഖീഖത്തു തൗബ, തൗബയുടെ ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ അന്നദ്മു അലാ മാ സലഫ മിൻഹു ഫിൽ മാദി. ഒന്നാമത് ഉണ്ടാകേണ്ടത് കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ചുള്ള ഖേദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, തൗബ എന്ന് പറഞ്ഞാൽ അന്നദ്മാണ്, ഖേദമുണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ ചെയ്തു പോയല്ലോ, എനിക്കത് സംഭവിച്ചു പോയല്ലോ എന്ന അതിയായ ഖേദമുണ്ടാവുക, അതാണ് ഒന്നാമത്തേത്. വൽഇഖ്ലാഉ അൻഹു ഫിൽ ഹാൽ, ഒന്നാമത്തേത് കഴിഞ്ഞ കാലത്തെയാണ്. ഹാലിൽ, ഇപ്പോഴുള്ള കാലത്തിൽ, പ്രസന്റ് ടെൻസിൽ ആ പാപം നിർത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഖേദമുണ്ടാവണം.
ഇപ്പോഴുള്ളതിനെ കുറിച്ച് അത് അവസാനിപ്പിക്കണം, ആ പാപം ചെയ്യൽ അവസാനിപ്പിക്കണം. വൽ അസ്മു അലാ അൻ ലാ യുആവിദഹു ഫിൽ മുസ്തഖ്ബൽ, ഭാവിയിൽ ഇനി ഞാനത് ചെയ്യില്ല എന്നുള്ള ദൃഢമായ നിശ്ചയം ഉണ്ടാകണം. ഈ 3 കാര്യങ്ങളാണ് തൗബയുടെ ഹഖീഖത്ത് എന്ന് പറയുന്നത്. നമ്മൾ കേട്ട് പഠിച്ചിട്ടുള്ളതാണ് തൗബ ശരിയാകണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട ഷർത്തുകൾ. ഇബ്നുൽ ഖയ്യിം പറയുന്നുണ്ട് വസ്സലാസത്തു, അതുകൊണ്ട് 3 കാലത്തിലാണ്. ഒന്ന് ഭാവി, വർത്തമാനം, ഭൂതം. ഈ 3 കാലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് എന്ത്? തൗബ എന്നുള്ളത്. ആ 3 കാലത്തിലേക്കും ബന്ധപ്പെടുത്തുമ്പോഴാണ് തൗബ പരിപൂർണമാകുന്നുള്ളൂ. വസ്സലാസത്തു തജ്തമിഉ ഫിൽ വഖ്തി അല്ലദീ തഖഉ ഫീഹി തൗബ, തൗബ എപ്പോഴാണോ സംഭവിക്കുന്നത്, എപ്പോഴാണോ ചെയ്യുന്നത്, അപ്പോൾ ഈ 3 കാര്യങ്ങളും ഒരുമിച്ചുണ്ടാകണം. അപ്പോഴേ തൗബ ശരിയാവുകയുള്ളൂ. ഫഇന്നഹു ഫീ ദാലികൽ വഖ്തി യൻദം വയുഖ്ലി വയഅസിം, കാരണം ആ സമയത്ത് അവന് ഖേദമുണ്ടാകണം, അവൻ പാപം നിർത്തിയിരിക്കണം, ഇനി ഒരിക്കലും ചെയ്യില്ല എന്നുള്ള ദൃഢമായ നിശ്ചയം ഉണ്ടായിരിക്കണം തൗബ ചെയ്യുന്ന സമയത്ത്. അപ്പോഴാണ് തൗബ ശരിയാവുകയുള്ളൂ. ഫഹീന ഇദിൻ, ആ സമയത്ത് യർജിഉ ഇലൽ ഉബൂദിയത്തി അല്ലതീ ഖുലിഖ ലഹാ, ഏതൊന്നിനാണോ അവൻ സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്ക്, ആ ഉബൂദിയത്തിലേക്ക്, അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് അപ്പോൾ അവൻ വീണ്ടും മടങ്ങി വരുന്നു. വഹാദ റുജൂഉ ഹുവ ഹഖീഖത്തു തൗബ, ഈ മടക്കമാണ് തൗബയുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. വലിമാ കാന മുതവഖിഫൻ അലാ തിൽക സലാസ ജുഇലത് ശറാഇത ലഹു, അതുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങൾ ആ തൗബയുടെ സമയത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ 3 തൗബയുടെ ഷർത്തായി നിശ്ചയിച്ചിട്ടുള്ളത്. ഈ 3 തൗബയുടെ ഷർത്തായി നിശ്ചയിച്ചിട്ടുള്ളത്. ഇനി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തുടർന്ന് പറയുന്ന ഭാഗം ഫത്തൗബത്തുൽ മഖ്ബൂലത്തു സഹീഹത്തു ലഹാ അലാമാതുൻ, ഒരു സഹീഹായ സ്വീകരിക്കപ്പെട്ട തൗബയ്ക്ക് ചില അലാമത്തുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ചില പ്രധാനപ്പെട്ട അലാമത്തുകളും, അതുപോലെ തൗബയുമായി ബന്ധപ്പെട്ട വിശാലമായി ഇതിലെ മഞ്ചിലത്തുകളിൽ തൗബയുടെ മഞ്ചിലത്താണ് ഏറ്റവും കൂടുതൽ വിശാലമായി ചർച്ച ചെയ്തിട്ടുള്ളത്. വളരെയധികം, വളരെ വലിയ രീതിയിൽ തന്നെ തൗബയുടെ വിഷയം മഞ്ചിലത്ത്, അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ഏകദേശം 47ഓളം പേജുകൾ ഈ കിതാബിൽ തൗബയുമായി ബന്ധപ്പെട്ട തൗബയുടെ മഞ്ചിലത്ത് മാത്രമായിക്കൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഓരോ ഭാഗങ്ങളും സൂക്ഷ്മമായിട്ട് ഈ നിലക്ക് വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.